ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ കുട്ടി വ്ളോഗ്. ശരിക്കും ഇതൊരു കുട്ടി വ്ളോഗ് ആട്ടോ, വലിയ വ്ളോഗൊന്നും അല്ല, അതുകൊണ്ടാണ് കുട്ടി വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് തിരുപ്പതി ഡേ 2 ആണ്. ഇന്നാണ് ലാസ്റ്റ് ഡേ. അപ്പോൾ ഇന്നത്തെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാളഹസ്തി എന്ന് പറഞ്ഞിട്ടൊരു അമ്പലത്തിലേക്കാട്ടോ പോകുന്നത്. ഇത് നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഒരു 1.5 hours ട്രാവലൊക്കെ ഉണ്ട് കേട്ടോ ഈ അമ്പലത്തിലേക്ക്. നല്ല രസമായിട്ട് ഈ അമ്പലം കണ്ടി. ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ അമ്പലം മൊത്തം കരിങ്കല്ലാട്ടോ പണിതേക്കുന്നത്. ഭയങ്കര രസമാണ് കാണാൻ. ശിവൻ്റെയും പാർവതിയുടെ അമ്പലം ആട്ടോ. അപ്പോൾ ഈ അമ്പലത്തിൽ നമുക്ക് എന്തായാലും ഉള്ളിലൊന്നും ഫോൺ കൊണ്ടുപോകാൻ പറ്റില്ല. ഈ കാണുന്ന ഈ ചുറ്റുപാട് മാത്രം നമുക്ക് ഫോൺ എടുത്ത് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റില്ല. ഉള്ളിൽ കാണാൻ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അടിപൊളിയാട്ടോ. ഓരോ വിഗ്രഹങ്ങളും ഓരോ കൊത്തുപണികളൊക്കെ കാണാനൊക്കെ ഭയങ്കര രസമാട്ടോ. അപ്പോൾ അവിടം വരെ കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ലോക്കറിൽ ഞാൻ എൻ്റെ ഫോൺ കൊടുത്തു. ഇതാട്ടോ പോകുന്ന വഴി ഇങ്ങനത്തെ സൈറ്റ് സീൻസൊക്കെ ഉണ്ട് കേട്ടോ. നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഈ വഴി കാണാൻ. കണ്ട സൈഡിലൊക്കെ നല്ല മലകളും മലേൻ്റെ മേലെ നിറഞ്ഞിരിക്കുന്ന ഫോഗൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയമായപ്പോഴത്തേക്കും നമ്മുടെ ഇതിൻ്റെ മുന്നത്തെ ദിവസം കഴിച്ച ഹോട്ടലിൽ തന്നെ എത്തി. അപ്പോൾ അവിടെ എത്തി നല്ല നല്ല ടേസ്റ്റ് ആട്ടോ ഇവിടെ ഫുഡിന്. അത്യാവശ്യം ഭയങ്കര തിരക്കും ആട്ടോ. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഞാൻ ഓർഡർ ചെയ്ത് റവ നെയ് റോസ്റ്റാട്ടോ ഞാൻ ഓർഡർ ചെയ്തത്. പിന്നെ മോള് എല്ലാവരും കഴിച്ചത് ഉത്തപ്പം, പിന്നെ നെയ് റോസ്റ്റ്, ഇതൊക്കെയാണ് കഴിച്ചത്. പിന്നെ പൊടി ദോശ, ഇതെല്ലാമാണ് കഴിച്ചത്. അവിടെ നിന്ന് ഞാൻ കേസരി ഓർഡർ ചെയ്തു കേട്ടോ. ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. പ്യോർ ഗീലുണ്ടാക്കിയ കേസരി ആയിരുന്നു കേട്ടോ. ഇങ്ങനത്തെ സ്ഥലത്തിൽ വന്നാൽ ഞാൻ കുറച്ചുകൂടി വെറൈറ്റി ഒക്കെ ലൈക്ക് അവിടുത്തെ സ്പെഷ്യാലിറ്റി ഒക്കെ കഴിക്കാൻ കുറച്ചുകൂടി എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ. നല്ല ടേസ്റ്റി ഫുഡാണ്. ഇനി ഞാൻ അങ്ങോട്ട് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ എന്തായാലും ഈ ഒരു ഹോട്ടലേ ഞാൻ പ്രിഫർ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ വെറൈറ്റി കുറേ സാധനങ്ങളുണ്ട്. സ്വീറ്റ്സ് ഉണ്ട്, സ്നാക്സ് ഐറ്റംസ് ഉണ്ട്, ഫ്രൈഡ് ഐറ്റംസ്, നട്ട്സ്, റോസ്റ്റഡ് നട്ട്സ്, സ്വീറ്റ്സ് എല്ലാം ഉണ്ട് കേട്ടോ. വളരെ നല്ല, പക്ഷെ കുറച്ച് എക്സ്പെൻസീവാണ്. ഈ നേരത്തെ വെച്ചേക്കുന്ന സ്വീറ്റ്സൊക്കെ ഇച്ചിരി എക്സ്പെൻസീവായിട്ട് എനിക്ക് തോന്നിയത് കമ്പാരിറ്റീവ്ലി നമ്മുടെ ഇവിടെ വെച്ച് നോക്കുമ്പോൾ. ബട്ട് നല്ല സാധനങ്ങളാട്ടോ, നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ. ഞങ്ങളിവിടെ നിന്ന് 1-2 സാധനങ്ങളൊക്കെ വാങ്ങി. നല്ലതായിരുന്നു. നമുക്ക് സ്നാക്സൊക്കെ ഞങ്ങൾ ട്രെയിനിലിരുന്ന് കഴിക്കാൻ വേണ്ടി എന്നുള്ള രീതിയിൽ വാങ്ങിച്ചിട്ട് നേരെ റൂമിലേക്ക് പോയി. ഞങ്ങൾക്ക് ചെക്കൗട്ട് ടൈം പറഞ്ഞിരുന്നത് 1:30 ആണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും റൂമിലൊരു 10:30 ഒക്കെ ആയപ്പോൾ ഞങ്ങളെല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു റൂമിൽ എൻ്റെ ഹസ്ബൻഡ് കിടന്നുറങ്ങണം, അപ്പുറത്തെ റൂമിൽ എൻ്റെ മമ്മി കിടന്നുറങ്ങണം. ഇവിടെ സോഫയിലിരുന്ന് ഞങ്ങൾ ഏതായാലും ടി വിയും കണ്ടിങ്ങനെ ഇരിക്കുക കേട്ടോ. പക്ഷേ സമയം പോണത് അറിഞ്ഞില്ല. പുറത്ത് ഇത്രയും ഹെവി മഴയാണെന്നും പോലും ഞങ്ങൾ അറിഞ്ഞില്ല കേട്ടോ. ഓൾറെഡി മഴ നിന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എത്തിയപ്പോൾ, പക്ഷെ ഇത്രയും വീണ്ടും മഴ പെയ്യുണ്ടായിരുന്നു ഞങ്ങൾ അറിഞ്ഞില്ല. പിന്നെ ചെക്കൗട്ട് ചെയ്തിട്ട് ഇറങ്ങി ഞങ്ങൾ നേരെ സ്റ്റേഷനിലേക്ക് ഡ്രൈവർ അവിടെ ഞങ്ങളെ എത്തിച്ചു. അവിടെ നിന്ന് വെച്ചാൽ നമ്മൾ ഈ കേരളത്തിലെ പോലത്തെ സ്റ്റേഷനേ അല്ല കേട്ടോ. നമ്മൾ ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട് അവിടെ ഇൻഫർമേഷൻ സെൻറ്ററിൽ പോയി ചോദിച്ചാൽ അവരൊന്നും പറഞ്ഞുതരാൻ പോകണ്ടില്ല. ഭയങ്കര സെൽഫിഷായിട്ടുള്ള മനുഷ്യന്മാരാട്ടോ. എനിക്ക് അതാണ് ഈ തീരെ ഇഷ്ടപ്പെടാത്തത്. നമുക്ക് അവിടുത്തെ ഭാഷയൊന്നും മനസ്സിലാകത്തോണ്ട് ഞങ്ങൾ ഇൻഫർമേഷൻ സെൻറ്ററിൽ പോയിട്ട് ചോദിച്ചു, ഇന്ന സ്ഥലത്തിലേക്കുള്ള ട്രെയിൻ ഏത് പ്ലാറ്റ്ഫോമിലാണ് വരുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇവർ പറഞ്ഞു, നിങ്ങൾ അവിടെ അനൗൺസ് ചെയ്യണമെങ്കിൽ കേട്ടാൽ മതി, ഇവിടെ നിന്ന് പറഞ്ഞുതരാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല എന്നുള്ള രീതിയിലാണ് ആ ലേഡി ഞങ്ങളോട്ട് പെരുമാറിയത്. ഭയങ്കര മോശം പെരുമാറായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ ഞങ്ങളങ്ങ് ഊഹത്തിലങ്ങ് കേട്ട് അങ്ങ് നടന്നു പോയി നിന്ന് കിട്ടി. അവിടെയായിരുന്നു കേട്ടോ സ്റ്റാർട്ടിങ്. അതുകൊണ്ട് കയറി അങ്ങ് പോയി. അപ്പോൾ പിന്നെ അവിടെ പിള്ളേർ ലൈക്ക് എന്ന് വെച്ചാൽ ഒരു ഡേ ഫുള്ള് നമ്മൾ ഇനി ഇതിൻ്റെ ഉള്ള കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് സാധനങ്ങൾ തിന്നാനൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് നേരം ഉറങ്ങിപ്പോയപ്പോഴത്തേക്കും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ചായ എന്നുള്ള വാക്ക് കേട്ടപ്പോൾ ഞാൻ വീണ്ടും ചാടി എണീറ്റു. പിന്നെ കപ്പലണ്ടിയൊക്കെ വാങ്ങിച്ച്, കപ്പലണ്ടിയല്ല മറ്റേ നിലക്കടലില്ലേ, അത് വാങ്ങിച്ചു. നല്ല റോസ്റ്റഡ് ആയിട്ട് വന്ന സാധനങ്ങളൊക്കെ. ഇതൊക്കെ നമ്മൾ ഈ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഇതൊക്കെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു നൊസ്റ്റാൾജിയ കേട്ടോ. പണ്ട് ഞാൻ കൽക്കട്ടയിൽ പപ്പയുടെ ഒപ്പമൊക്കെ ട്രെയിനിൽ പോയതൊക്കെ എനിക്ക് ഓർമ്മ വരുന്നത്. അങ്ങനെ ഞങ്ങളുടെ എന്താ പറയുക, തിരുപ്പതി യാത്രയുടെ ലാസ്റ്റത്തെ ഘട്ടത്തിലേക്കാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ ട്രെയിനിൽ ഞങ്ങൾ ചായ കിട്ടി. ഞങ്ങൾക്ക് ചായ ഉണ്ട് ഒരുമാതിരി നമ്മുടെ ഐസ്ക്രീം കപ്പിൽ കിട്ടുന്ന പോലത്തെ ഐസ്ക്രീം കപ്പിൽ ആണ് ഇവർ ചായ തന്നേന്നത്. അത്രയേ ഉള്ളൂ. എനിക്കൊക്കെ ഈ ഒരെണ്ണം കുടിച്ചിട്ട് എനിക്ക് ഒന്നും തോന്നുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ രണ്ടാമതേയും വാങ്ങിച്ച് കുടിക്കുക ചെയ്തത്. അങ്ങനെ ഇതൊക്കെയാണ് സൈറ്റ് സീൻ. കണ്ടോ, നല്ല രസമായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്യാനെങ്കിൽ സത്യമായിട്ട് പറയാം, എനിക്ക് ട്രാവലിങ് ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലൊരാളാട്ടോ. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് 2 ദിവസം കഴിഞ്ഞാൽ പിന്നെ വീട്ടിലേക്ക് ഇങ്ങനെ എത്തിയാൽ മതി, അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി ഉള്ള ആളാട്ടോ.
പക്ഷേ അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ ഡിന്നറൊക്കെ കഴിഞ്ഞ് നേരെ ഞങ്ങളെല്ലാവരും കിടന്നു കേട്ടോ. മോളാണെങ്കിൽ ഉറങ്ങിപ്പോയി, കാരണം അവൾ ഉച്ചക്കൊന്നും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു 2:30 ആയപ്പോഴാണ് ഞങ്ങൾ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് ഞങ്ങളൊരു ഓട്ടോ പിടിച്ച് മമ്മീനെയും പിള്ളേരെയും എൻ്റെ വീട്ടിൽ കൊണ്ട് ആക്കിയിട്ട് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി നേരെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോവുക ചെയ്ത്. കാരണം ഞങ്ങൾക്ക് അന്ന് രാവിലെ ഓഫീസിൽ പോകാനായിരുന്നു, സാറ്റർഡേ ആണ് ഞങ്ങൾ എത്തിയത്. അപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിൽ ഈ ഓട്ടോയിൽ എത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിനി അടുത്ത ട്രാവൽ വ്ളോഗിലോ അല്ലെങ്കിൽ വേറൊരു വ്ളോഗിലോ കാണാം. ടിൽ ദെൻ ടാറ്റ ബൈ.